എടോ, നിങ്ങള് പോകരുത്. ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഈമാൻ എത്ര ഉണ്ടെന്ന് നമ്മൾ അറിയണം. വെറും ഈ വീഡിയോ മാത്രം കൊണ്ട് നമ്മളെ ഈമാൻ അളക്കുകയല്ല ഞാൻ. ഇത് നിങ്ങൾ മുഴുവനായിട്ടും കേട്ട് നിങ്ങളെ ഈമാൻ നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്ന് നിങ്ങൾ അളക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, നമ്മളിൽ നിന്നും മുൻഗാമികളായ ഒരുപാട് വലിയ വലിയ പാണ്ഡിത്യങ്ങളും അറിവുകളുമുള്ള ഓരോരുത്തരും നമുക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്ന ഓരോ വഴികൾ. എന്നാൽ നമുക്കറിയപ്പെടുന്ന തന്നെ ഒരു സഹാബിയായിരുന്ന ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ആരായിരുന്നു ഇബ്നു ഹുദാഫ, എന്തായിരുന്നു ആ ജീവിതം എന്നുള്ളത് വിശദീകരിക്കും. ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ളതായിരുന്നു. അവിടെ നിന്നും റോമനിലേക്ക് സൈന്യങ്ങളെ അയക്കുന്നതിൽ പെട്ട ഒരാളായിരുന്നു മഹാനായ ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. യുദ്ധത്തിലേക്ക് കടക്കുകയും യുദ്ധം അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ആ നാട്ടിൽ നിന്നും ആ ഇസ്ലാം മതത്തിലുള്ള ഒരുപാട് മുസ്ലിം ജനങ്ങൾ അവിടെ ബന്ദികളായ ഒരവസ്ഥ വന്നു. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. എല്ലാരെയും ബന്ദികളാക്കിയിടുന്ന സമയത്ത് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹിനോട് അവിടുത്തെ മന്ത്രിയായിരുന്ന സിസർ ചോദിച്ചു, ഇനി എന്താണ് അവസാനത്തെ വാക്ക്? ഇനി നിനക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം, നീ അതനുസരിക്കണം എന്ന് പറഞ്ഞു. മഹാനായ ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താണ് ആ ഓപ്ഷൻ? അപ്പൊ പറഞ്ഞത്, നീ എന്റെ മതമായ ക്രിസ്ത്യൻ മതത്തിലേക്ക് നീ വരണം. നീ ഇസ്ലാം അവിടെ നിർത്തണം. ഇസ്ലാം എന്ന മതത്തിലേക്ക് ഇനി നീ തിരികെ പോകരുത്. നീ എന്റെ മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തിരികെ പറഞ്ഞ മറുപടി ഇല്ല എന്നായിരുന്നു. അവരെ ഈമാൻ നമുക്ക് ഇവിടെ വെച്ചാണ് അളക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ നിന്റെ മതത്തിലേക്ക്, നിങ്ങളെ മതത്തിലേക്ക് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ആ മന്ത്രിയായ അദ്ദേഹം പിന്നെ പറഞ്ഞു, നിന്നെ എന്റെ നാട്ടിലെ മന്ത്രിയാക്കാം. അപ്പോഴും ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തിരികെ പറഞ്ഞ മറുപടി, എന്നെ മന്ത്രിയാക്കിയാലും നിങ്ങൾ സൂര്യനും ചന്ദ്രനും എനിക്ക് തന്നാൽ പോലും ഞാൻ ഈ മതത്തിൽ നിന്നും പിന്മാറുകയില്ല എന്നായിരുന്നു തിരികെ പറഞ്ഞ മറുപടി. അപ്പോ സിസർ പറഞ്ഞു, ഇവനെ എത്രയും വേഗം കുരിശിൽ കയറ്റണമെന്ന്. അതല്ല, അത് വേണ്ട, ഇവനെ നമുക്ക് ചുട്ടുകൊല്ലാമെന്ന് പറഞ്ഞു. അതിനു വേണ്ടി തന്നെ ആ ചുട്ടുകൊല്ലുന്നതിന് മുമ്പ്, ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിന് മുമ്പ് ഒരാളെ കൊന്നു കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് ബന്ദിയായ ഒരു മനുഷ്യനെ എടുത്ത് ചുട്ടുപൊള്ളുന്ന ആ എണ്ണയിലേക്ക് ഇടുകയുണ്ടായി. അദ്ദേഹം അവിടെ നിന്നും വെന്ത് ചുട്ട് മരിക്കുന്ന നേരത്ത് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു നിന്ന് കരഞ്ഞു. അപ്പൊ സിസർ ചോദിച്ചു, എന്താണ്, പേടിയാണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പേടിയല്ല, എനിക്കൊരു ശരീരം ആ തീകൊള്ളയിൽ വെന്ത് പൊള്ളുന്നത് എനിക്ക് കാണാൻ ദഹിക്കില്ല. ഈ ശരീരം അതിനത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു മറുപടി പറഞ്ഞു, എനിക്ക് ഇതുപോലെ 1000 ശരീരങ്ങൾ ഇതുപോലത്തെ തീകുണ്ടാരത്തിൽ ഇടുകയാണെങ്കിലും ശരി, ഞാൻ എന്റെ മതത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിനോട് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി. അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്നും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ആ സിസർ എന്ന മനുഷ്യൻ അവിടെ പരാജയപ്പെട്ടു. അവസാനം ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ എന്നെ ചുംബിക്കണം, നീ എന്നെ ചുംബിച്ചാൽ നിന്നെ ഞാൻ ഇവിടെ നിന്നും വിട്ടയക്കാമെന്ന്. അപ്പം ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തിരികെ സിസറിനോട് പറഞ്ഞു, എന്റെ നാട്ടിൽ നിന്നും വന്ന ഒരുപാട് മുസ്ലിം ജനങ്ങളുണ്ട് ബന്ദികളായ, അവരെ കൊണ്ടുപോകാം, അവരെയും എനിക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ ചുംബനം നൽകാം, പക്ഷെ എനിക്ക് അവരെയും കൂടെ വിട്ടയക്കൂ എന്നായിരുന്നു ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു സിസറിനോട് പറഞ്ഞത്. സിസർ അതിനെ സമ്മതമാക്കി. ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചുംബിച്ച് അവിടെ നിന്നും ബന്ദികളായ എല്ലാ മുസ്ലിം ജനങ്ങളെയും കൊണ്ട് നേരെ തിരികെ നാട്ടിലേക്ക് പോവുകയുണ്ടായി. നാട്ടിൽ നിന്ന് അന്നത്തെ കാലത്തെ ഖലീഫയായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് ഈ വിവരണം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യങ്ങൾ നടന്നു, ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നു എന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എല്ലാരോടും പറഞ്ഞു, നിങ്ങൾ ചുംബിക്കുക, ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ എല്ലാം ചുംബിക്കുക എന്നായിരുന്നു.
അത്രത്തോളം ധീരനായിരുന്നു. 1000 ശരീരം പോലും വെന്ത് ചുട്ടുന്ന തീകുണ്ടാരത്തിൽ കൊണ്ടിട്ടാൽ പോലും ഇസ്ലാം എന്ന മതത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്രമാണിത്. വെറും നിസ്സാരമല്ല. നമ്മൾ അള്ളാഹെ വിളിക്കുന്ന എപ്പോഴൊക്കെയാണെന്നൊന്ന് ചിന്തിക്കണം. വലിയ വലിയ രോഗങ്ങൾ വരുമ്പോ എന്റെ അള്ളാഹ് എന്ന് വിളിക്കും. ഭക്ഷണമില്ലാതെ വരുമ്പോ അള്ളാഹ് എന്ന് വിളിക്കും. വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പം എന്റെ അള്ളാഹ് എന്ന് വിളിക്കും. അല്ലാതെ എന്റെ റബ്ബില്ല, അടിയാനില്ല. അള്ളാഹുവിന് ആ സമയത്ത് പിന്നെ ചിന്തയില്ല. എന്തെങ്കിലും അനുഗ്രഹം അള്ളാഹു നമ്മളെ മേൽ ചൊരിഞ്ഞു തന്നാൽ പിന്നെ അള്ളാഹുവിനെ നമ്മൾ ഓർക്കാത്തൊരു മനുഷ്യരാണ് ഞാനുമാണെങ്കിലും നിങ്ങളാണെങ്കിലും. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് ഒരുപാട് ഈമാൻ വർദ്ധിപ്പിക്കുക. ഈമാൻ വർദ്ധിച്ചാൽ നമ്മൾ സ്വയമേ ഒരു മോട്ടിവേറ്റഡ് ആവും. നമ്മൾ തന്നെ നമുക്കൊരു ഞാനാണ്, എനിക്ക് കഴിയും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും എനിക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ ഈമാൻ, നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയും. പക്ഷെ എന്നേക്കും ഓർക്കുക, ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന് നീ നിന്നോട് പറഞ്ഞാൽ നിന്റെ വിജയമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല ശക്തിമത്തായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലായ്പ്പോഴും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന നല്ല ഹൃദയമാക്കി ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.